അപ്പോൾ നമ്മളൊരു ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞു. ഒഴുക്കിൻ്റെ ഒപ്പം നീന്താൻ എന്താണ് വളരെ എളുപ്പമാണ്, ആർക്കും പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ ഒരു ജനറേഷനിലേ നിങ്ങളെല്ലാവരും കളിയാക്കില്ലേ, നിങ്ങൾ വളരെ അപ്പൊളിറ്റിക്കലാണെന്ന് പറയും, നിങ്ങൾക്ക് എന്ത് കാര്യബോധമില്ല, ഉത്തരവാദിത്വ ബോധമില്ല, പിന്നെന്താ ഇല്ലാത്ത നിങ്ങൾക്ക്? എപ്പോഴും ഇൻസ്റ്റഗ്രാമിലാണ്, പിന്നെന്താ നിങ്ങളെ കുറിച്ച് ആൾക്കാർ പറയാറ്? ഒന്നിനൊരു പേടിയില്ല, ജീവിതത്തെക്കുറിച്ച് ഒരു ആലോചന ഇല്ല, നാളെക്കുറിച്ചൊരു ചിന്തയില്ല. എൻ്റെ അടുത്തൊരു അധ്യാപകൻ പറഞ്ഞതേ, നാളെക്കുറിച്ചല്ല, ഇന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാന്ന് പോലും പുതിയ കുട്ടികൾ എന്ത് ചെയ്യണില്ല. ഇപ്പോൾ ദിസ് മൊമെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പീരീഡ് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്ന് പോലും. കാരണം റിയൽ ലൈഫല്ലേ, 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാവണ്ടേ. ഇപ്പോഴത്തെ കുട്ടികൾ 10 മാസമൊന്നും ഗർഭം പൂർത്തിയാക്കുന്നില്ല, പെട്ടെന്ന് വരികയാണ്. ഭയങ്കര ഫാസ്റ്റാണല്ലോ ഇപ്പോഴത്തെ ലൈഫ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഈ ജനറേഷനിലെ കുട്ടികളിൽ കുറേ പോസിറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ വയസ്സായ ആൾക്കാരാകുമ്പോൾ ഭയങ്കര കമ്മ്യൂണലായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും, വർഗീയമായിട്ടൊക്കെ ചിന്തിക്കുന്ന പുതിയ കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടോ? വർഗീയമായ ചിന്ത ഉണ്ടോ? ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ആർക്കാണ് കൂടുതൽ? ഇപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ പോവാണ്, അപ്പോൾ ഒരു കുഞ്ഞായിട്ട് ഒരു സ്ത്രീ ബസ്സിലേക്ക് കയറി വരികയാണ്. ആരെ പെട്ടെന്ന് എഴുന്നേറ്റ് കൊടുക്കുക? കുട്ടികളല്ലേ. ഇനി ഒരു ലേഡി വരികയാണ്, ലേഡി സീറ്റൊക്കെ ഫില്ലായി, ഒരു സീറ്റിൽ 2 സീറ്റ് ഒഴിവെടുക്കുന്നുണ്ട്. ഒന്നിലൊരു വയസ്സായ ഒരാളുണ്ട്, ഒരു 10-40 വയസ്സുള്ള ഒരാളുണ്ട്, ഒന്നിലൊരു 10-20 വയസ്സുള്ള 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. ഈ സ്ത്രീ ആരുടെ ഒപ്പം വന്നിരിക്കുക? എന്തുകൊണ്ടാണ്? സ്ത്രീകളോട് നന്നായിട്ട് പെരുമാറുന്ന, ആളുകളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടീമാണ് പുതിയ ജനറേഷനിൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഗുണങ്ങളാണ്, ആണല്ലേ? പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവില്ലേ, നമ്മൾ കുറേ മേക്കപ്പ് ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ടാവില്ലേ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് ട്രെൻഡിൻ്റെ ഒപ്പം പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കും. ഒരു ട്രെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ എന്തുകൊണ്ടാണ് പിക്ക് ചെയ്യണത്, എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈൽ പിക്ക് ചെയ്യണത്? ഗേൾസ് ആണെങ്കിൽ മേക്കപ്പ് അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ? ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുമല്ലോ, ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വിചാരം എന്താ? ഈ കുട്ടികളൊക്കെ ഭയങ്കര മോശം, ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണോ? അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പെൺകുട്ടികളുടെ ഇടയിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷന് മുമ്പ് ഞാൻ തേക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ട് പോകും, ഇത് വെച്ചിട്ടൊന്നുമില്ല, കൊടുക്കല്ലോ, തേക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാർ പോവോ? താടിമുടിയൊക്കെ ശരിയാക്കൂലേ? അതെന്തിനാ? ഓപ്പോസിറ്റ് ജെൻഡർ കാണാൻ വേണ്ടിയിട്ടാ? അല്ല, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺഫിഡൻസ് വേണം, നമുക്ക് റെസ്പെക്ട് കിട്ടണം, അതിനല്ല ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ ഗേൾസ് ഈ ലിപ്സ്റ്റിക് ഇടണമൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? അവർക്കിടയിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കും, എന്ത് ഇവർ മൊത്തം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അതൊക്കെ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടോ? എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾക്കിടയിൽ റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സിങ് നന്നാക്കുന്നത്, ഹെയർ സ്റ്റൈൽ നന്നാക്കുന്നത്, മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ വേറെ രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുണ്ട് വിചാരിക്കും. സ്വഭാവം അത്ര നല്ലതല്ല, പെൺകുട്ടികളുടെ സ്വഭാവം നല്ലതല്ല എന്നല്ല, ഈ കുട്ടിയുടെ സ്വഭാവം അത്ര പഠിക്കാനൊന്നും പിടിക്കല്ല, ആവറേജാണ്. സ്വഭാവം മോശമൊന്നുമല്ല കേട്ടോ, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ട്. എന്നാൽ വേറൊരു പെൺകുട്ടിയുണ്ട്, നല്ല സ്വഭാവമാണ്, നന്നായി പഠിക്കും, സൗന്ദര്യം കുറച്ച് കുറവാണ്. ആർക്കാ കൂടുതൽ അവസരം കിട്ടുക? അത് ശരിയാണോ? ആണോ? ഒരാൾക്ക് അവസരം കിട്ടേണ്ടത്, അയാളെ ജഡ്ജ് ചെയ്യേണ്ടത് സൗന്ദര്യത്തിൻ്റെ പേരിലാണോ? അല്ലല്ലോ, കഴിവുകളുടെ പേരിലല്ലേ. അപ്പം നമ്മൾ ഈ സൗന്ദര്യം, ഇപ്പം നിങ്ങൾ മിസ് വേൾഡും മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷനൊക്കെ കണ്ടു നോക്കിയിട്ടില്ലേ? മിസ് വേൾഡിലുള്ള സ്ത്രീകൾ കണ്ടസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഭംഗിയുള്ളവരാവും. മിസ്റ്റർ വേൾഡിൻ്റെയോ ബോഡി ഫിറ്റ്നസ് ആയിരിക്കും അവിടെ പ്രധാനം. എന്താ അർത്ഥം? നിങ്ങൾ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പരസ്യങ്ങളിൽ കൂടുതൽ ആരുണ്ടാവുക? പുരുഷന്മാരാണ് സ്ത്രീകളാണ് ഉണ്ടാവുക? ആ സ്ത്രീകളെങ്ങനെ ഭയങ്കര ഫുൾ കവേർഡൊക്കെ ആയിട്ട്, അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് പരസ്യത്തിൽ ഹാഫ് നേക്കഡ് വുമൺ കൂടുതൽ വരുന്നത്? ഇപ്പോൾ സോപ്പിൻ്റെ പരസ്യമാണ്, അല്ലെങ്കിൽ ജ്വല്ലറിയുടെ പരസ്യമാണ്, അപ്പോൾ ഒരു ഹാഫ് നേക്കഡ് വുമൺ വന്ന ലോജിക്കൽ അല്ലേ? കാരണം ജ്വല്ലറി കാണണ്ടേ. ബിസ്ക്കറ്റിൻ്റെ പരസ്യമാണ്, BMW പരസ്യമാണ്, എന്തിനാ ഹാഫ് നേക്കഡ് വുമൺ?
അത് സ്ത്രീ ശാക്തീകരണമാണോ? മറ്റേ സ്ത്രീ ആരാണ്? ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് സൊസൈറ്റി നമ്മൾ പഠിപ്പിക്കല്ലേ? ആണോ അല്ലേ? പരസ്യം എന്തിനാ ആൾക്കാർ അട്രാക്റ്റീവ് ആക്കണത്? ഇത് കുറേ ആൾക്കാർ കാണണം അല്ലേ? ആൾക്കാർ കാണണം. നിങ്ങളങ്ങനെ ഹാഫ് നേക്കഡ് വുമൺ മോഡലായിട്ടുള്ളൊരു പരസ്യം ആസ്വദിച്ചിരുന്ന് കാണുമോ? അപ്പോൾ ആര് കാണാനാ അങ്ങനെ ആക്കണത്? മെയിൽ ജെൻസ് കാണാനാ. എന്തുകൊണ്ടാ? ഈ പൈസ മുടക്കി സാധനം മേടിക്കുന്നത് പൊതുവിലാരാ? ജെൻസാണ്. അപ്പോൾ പൈസ മുടക്കി സാധനം മേടിക്കുന്നവനെ അട്രാക്ട് ചെയ്യണം. അതിനു വേണ്ടി ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ആരെ കാണുന്നത്? സൊസൈറ്റി. അപ്പോൾ വുമൺ എന്ന് പറഞ്ഞ പ്രൈം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവളുടെ ശരീര സൗന്ദര്യമാക്കുക എന്ന് പറയുന്നത് എംപവർമെൻ്റ് ആണോ? ഒരിക്കലും അല്ലല്ലോ. ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നാണ് ഇതിനെ പറയുക. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ മോഡേൺ സൊസൈറ്റി കാണുന്നത് എന്തായിട്ടാ? ഇപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ഒക്കെ മുമ്പിൽ ചില ആൾക്കാർ പാവങ്ങളെ കാണാറില്ലേ? ഹോട്ടലിൻ്റെ ബോർഡും പിടിച്ചിട്ട് ഈ എന്തെങ്കിലുമൊക്കെ ഒരു ബഫൂൺ വേഷമൊക്കെ കിട്ടിയിട്ട്, അത് അവർക്ക് കൊടുക്കുന്ന റെക്കഗ്നീഷനാണോ? അല്ലല്ലോ. എന്നതുപോലെ ഈ പരസ്യ പലകയിൽ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വർഗമായിട്ട് സ്ത്രീകളെ അവതരിപ്പിക്കുന്നത് അത് ശരിയാണോ? ഒരു സ്ത്രീ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടത്, അംഗീകരിക്കപ്പെടേണ്ടത് എന്തിൻ്റെ പേരിലാണ്? കഴിവിൻ്റെ പേരിൽ, ക്വാളിറ്റിയുടെ പേരിൽ, സ്വഭാവത്തിന് അല്ലേ? അങ്ങനെ വരണമെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിലുള്ള ഈ പ്രകടനത്തിൽ നിന്ന് നമ്മൾ മാറിയിക്കണ്ടേ? വേണ്ടേ? അതിനെ ജഡ്ജ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറിയിക്കണ്ടേ? അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ എക്സിബിഷനിസം എന്നാണ് അതിനെ പറയുക, നമ്മളെ പ്രദർശിപ്പിക്കുക. ഈ എക്സിബിഷനിസ്റ്റ് കൾച്ചറിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു. ആൺകുട്ടിയാകട്ടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഞാൻ മാറി നിൽക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഇറച്ചി കഷ്ണമല്ല എന്ന പ്രൊക്ലമേഷനാണത്. ഐ എം നോട്ട് എ ഫ്ലഷ്. ഞാനൊരു എന്തല്ല? ഇറച്ചി കഷ്ണമല്ല. ഞാനൊരു വ്യക്തിത്വമുള്ള, ഞാനൊരു അഭിമാനബോധമുള്ള ഒരു സ്ത്രീയാണ്. എന്നെ ആളുകൾ വിലയിരുത്തേണ്ടത് എൻ്റെ കഴിവിൻ്റെ പേരിലാണ്, അല്ലാതെ എൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ പേരിൽ. ഇതല്ല നമ്മൾ സൊസൈറ്റിയോട് പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കഴിവിൻ്റെ പേരിൽ, ഇപ്പോൾ സ്പോർട്സ് ആകട്ടെ, ആർട്സ് ആകട്ടെ, അക്കാഡമിക്സ് ആകട്ടെ, എന്തും ആകട്ടെ, നമ്മുടെ ഒരു കഴിവിൻ്റെ പേരിലല്ല നമ്മൾ അറിയപ്പെടേണ്ടത്. അല്ല നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ പേരിലാണോ? ആണോ? നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ പേരിലാണോ? എല്ലാം ജെൻറ്റിലായിരിക്കണം. പക്ഷെ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ അവനാരാ? അവൻ അങ്ങനെ ഭയങ്കര ഹെയർ ആയിട്ട് നടക്കുക എന്തെങ്കിലും ഉണ്ടായില്ലേ? നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി ഓടുന്ന കുട്ടിയാണ്, അതല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു കഴിവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിലൂടെ? നമ്മൾ ഈ പ്രകടനപരതയിലൂടെ ആളുകളുടെ അട്രാക്ഷൻ സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ എല്ലാവരും സൗന്ദര്യമുള്ളവരായിരിക്കുമോ? അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തന്നെ നോക്കുന്നവനനുസരിച്ചാണ് അല്ലേ? നല്ല ദുർഗന്ധം വമിക്കുന്ന ഒരു ഭക്ഷണം കാണാൻ ഭംഗിയുണ്ട് വിചാരിച്ച് നമ്മൾ കഴിക്കുമോ? ഇല്ല. കാഴ്ച ഒരു ഘടകമാണ്, ഗന്ധം മറ്റൊരു ഘടകമാണ്. ഇനി നല്ല കാണാൻ ഭംഗിയുള്ള ആളാണ്, റൂംമേറ്റാണ് വിചാരിക്കുക. നമ്മുടെ റൂമിൽ 4 പേരുണ്ട്. അതിൽ ഒരാൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഹാൻസമാണ് ആൺകുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് പെൺകുട്ടിയാണെങ്കിൽ. സ്വഭാവം ഭയങ്കര മോശമാണെങ്കിൽ നമ്മൾ ആളോടാണ് കൂട്ടുകൂടുക? അല്ലല്ലോ. അപ്പോൾ സൗന്ദര്യത്തിനൊരു ഫസ്റ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ടൈമും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അല്ലല്ലോ. നമ്മുടെ കഴിവ് എന്താ നോക്കുക? നമ്മുടെ സ്വഭാവം മിനിമം ക്വാളിറ്റിയാണ്. എല്ലാവരും നന്നാക്കണം, വേണ്ടേ? നമ്മുടെ സ്വഭാവം നന്നാക്കുക, നമ്മുടെ അക്കാഡമിക്സ്, നമ്മുടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഉഷാറാക്കിയിട്ട് അങ്ങനെ റെക്കഗ്നിഷൻ നമ്മൾ നേടുക. അതിൽ നമ്മൾ അഭിമാനിക്കണം. അല്ലാതെ നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചിട്ട് ആളുകളെ ആകർഷിപ്പിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? നിങ്ങൾ അംഗീകരിച്ചോ? ഓക്കെ അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ നമ്മളിനി +1 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോവും? +1 +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോവും? ഏതെങ്കിലും ഒക്കെ ക്യാമ്പസിലേക്ക് പോവും അല്ലേ? ഡിഗ്രിക്ക് പോവും, എഞ്ചിനീയറിങ്ങിന് പോവും, മെഡിസിന് പോവും, ഒക്കെ പോവും. അങ്ങനെ ക്യാമ്പസിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ +2 എത്തുമ്പോൾ തന്നെ ഈ ഒരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു മോറൽ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഈ ക്യാമ്പസിലല്ലല്ലോ, നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഈ എങ്ങനെയാണ് മനുഷ്യകുലം ഇവിടെ നിലനിൽക്കുന്നത്? ഹ്യൂമാനിറ്റി എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണത്? എങ്ങനെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണത്? നമ്മൾ ക്ലോണിങ് നടത്തിയിട്ടാ? അല്ലല്ലോ. പിന്നെ എങ്ങനെയാ? ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അടുത്ത തലമുറ എന്തെങ്കിൽക്കൊന്നും അറിയാത്ത പോലെ അടുത്ത തലമുറ ഉണ്ടാവണം. അങ്ങനെയല്ലേ ഇവിടെ സമൂഹം നിലനിൽക്കുന്നത്? ആണോ അല്ലേ? അല്ലാതെ ക്ലോണിങ് നടത്തിയിട്ടോ ടിഷ്യൂ കൾച്ചർ നടത്തിയിട്ടൊന്നല്ലല്ലോ. അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരായ നമുക്ക് മറ്റു ജീവികൾക്കുള്ളതുപോലെ ഓപ്പോസിറ്റ് സെക്സിനോട് എന്തുണ്ടാകും? അട്രാക്ഷൻ ഉണ്ടാകും. അത് പോസിറ്റീവ് അല്ലേ? അതില്ലെങ്കിലാണല്ലോ ഡോക്ടറെ കാണിക്കേണ്ടത് അല്ലേ? പക്ഷേ എല്ലാത്തിനും ഒരു ലൈസൻസിങ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ റോഡിൽ വണ്ടി ഇറക്കണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം, വേണ്ടേ? അതിന് ഒരു പ്രായമാവണം,
ഓടിക്കാൻ അറിയണം, എന്നിട്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ലൈസൻസിങ് വേണം. ലൈസൻസിങ് എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ എനിക്ക് നന്നായി നിങ്ങളെ പഠിപ്പിക്കാൻ അറിയാമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്കൊരു ടീച്ചിങ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? സർട്ടിഫിക്കറ്റ്സ് വേണം, PC എക്സാം എഴുതണം, വേണ്ടേ? അപ്പോൾ ലൈസൻസിങ് ഇപ്പോൾ ഒരാൾക്ക് നന്നായി ചികിത്സിക്കാൻ അറിയാം, പക്ഷേ ആൾ മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ലൈസൻസ് ഇല്ലെങ്കിൽ ആൾ ചികിത്സിച്ച കുറ്റക്കാരനാവില്ലേ? അപ്പോൾ എന്നതുപോലെ ഈ സെക്ഷുവാലിറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. പക്ഷെ ഇത് പ്രകടിപ്പിക്കാനുള്ള ലൈസൻസ് എന്താ? വിവാഹമാണ്, ആണല്ലേ? എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലാവുന്ന സമയത്ത് വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത ബന്ധങ്ങൾ നമ്മൾ പലരും കേൾക്കുന്നവരും കാണുന്നവരൊക്കെ ആയിരിക്കും. ഇത് ഫ്രണ്ടാണ്, അത് ബെസ്റ്റിയാണ്. ബെസ്റ്റിയോ? അതെന്താ? വയസ്സാൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയത്. ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോശം. ആൾക്കാരുടെ ഇടയിൽ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോശം. ഞാൻ അവിടേക്ക് ലാസ്റ്റ് വരാം. അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞങ്ങൾ ആരാണ്? വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഇപ്പം നിങ്ങളുടെ ജസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല നിങ്ങൾക്ക്? ജസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ മനസ്സിൽ ആ ആൺകുട്ടിയോട് എന്തെങ്കിലും താല്പര്യം തോന്നുമോ? ജസ്റ്റ് ഫ്രണ്ട്, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയും ഒരു പെൺകുട്ടിയോട് ജസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കാൻ പറ്റുമോ? ഈ വിഷയത്തിൽ വലിയ സ്റ്റഡി നടന്നിട്ടുണ്ട്. എന്താ അറിയോ? മെൻ ആൻഡ് വുമൺ കനോട്ട് ബി ജസ്റ്റ് ഫ്രണ്ട്സ്. ഇതാണ് ആ സ്റ്റഡിയുടെ ഒരു റിസൾട്ട്. എന്നിട്ട് അവർ പറയണത് വുമൺ അണ്ടർ എസ്റ്റിമേറ്റ് ആൻഡ് മെൻ ഓവർ എസ്റ്റിമേറ്റ്. ഇതെന്തോടെ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മനസ്സിലാക്കണം. വുമൺ അണ്ടർ എസ്റ്റിമേറ്റ് ആൻഡ് മെൻ ഓവർ എന്ന് പറഞ്ഞാൽ വിമൺ, പെൺകുട്ടി വിചാരിക്കണതേ എനിക്ക് അവനോട് സെക്ഷൽ അട്രാക്ഷൻ ഒന്നും ഇല്ലല്ലോ, ഐ എം ജസ്റ്റ് ഫ്രണ്ട്, ഇതുപോലെയാണ് അവൻ എന്നോടും എന്ന് വിചാരിക്കും. അണ്ടർ എസ്റ്റിമേറ്റ്. പക്ഷെ അവൻ അങ്ങനെയാണോ? അവനങ്ങനെയല്ല. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് ഒരിക്കലും അങ്ങനെയല്ല എന്ന് വിചാരിക്കും. എന്നാൽ മെന്നോ, ഹി ഹാസ് സം സോർട്ട് ഓഫ് സെക്ഷൽ അട്രാക്ഷൻ ആൻഡ് ഹി ഓവർ എസ്റ്റിമേറ്റ്. അവൻ വിചാരിക്കുകയാണ് എൻ്റെ ജസ്റ്റ് ഫ്രണ്ടിനും എനിക്ക് അവളോടുള്ളത് പോലെ ഒരു താല്പര്യം എന്നോടുണ്ട് എന്ന് ഹി ഓവർ എസ്റ്റിമേറ്റ്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഗേൾ ഈസ് ബീങ് മിസ്യൂസ്ഡ് വിത്തൗട്ട് നോയിങ് ദാറ്റ് ഷീ ഈസ് ബീങ് മിസ്യൂസ്ഡ് അല്ലേ? അവൾ ചൂഷണം ചെയ്യപ്പെടുന്നു, പക്ഷെ അവൾ അറിയുന്നുണ്ടോ? അവൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഷീ തിങ്സ് ജസ്റ്റ് ഫ്രണ്ട്സ്, പക്ഷേ ദ ബോയ് ഹി ഈസ് നോട്ട് ആക്ച്വലി ജസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് ഒരിക്കലും എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അത് ഈ മനുഷ്യരാശി നിലനിൽക്കാൻ വേണ്ടി വെച്ചൊരു സംവിധാനമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും അട്രാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഫ്രണ്ട് എന്നൊരു സാധനത്തിന് എന്തില്ല? നിലനിൽപ്പില്ല. അപ്പോൾ നിങ്ങൾ വലിയ ക്യാമ്പസിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സായിട്ടും മറ്റുമൊക്കെ വരുന്ന സമയത്ത് വി ഷുഡ് ഹാവ് അവർ ഓൺ ലിമിറ്റ്സ് അല്ലേ? മേത്തോട്ട് കളിക്കരുതെന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. നോ എന്ന് പറയാനുള്ള ധൈര്യം ആർക്ക് വേണം? ദ ഫസ്റ്റ് നോ ഈസ് വെരി സിമ്പിൾ. നമ്മളൊരു ബസ്സിൽ കയറി എന്ന് വിചാരിക്കും. ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരു ബസ്സിൽ കയറി, സംബഡി ഈസ് അബ്യൂസിങ് അസ്, ട്രൈങ് ടു അബ്യൂസ് അസ്, നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ വിത്ത് ഹെയ്റ്റഡ് നമ്മളത് വെറുത്തുകൊണ്ട് നിന്നു കൊടുക്കാം, ഒരു ഓപ്ഷനാണ്. നമ്മളാകെ ട്രോമ വരും, നമുക്ക് പിന്നെ ഭയങ്കര സ്ട്രെസ്സായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. പക്ഷെ അത് വെരി ഫസ്റ്റ് മൊമെൻറ്റ് നമ്മൾ ആ സമയത്ത് തന്നെ നോ എന്ന് ഉറക്കെ പറഞ്ഞാലോ? നോ എന്ന് ഉറക്കെ പിന്നെ ആ സാധനം സംഭവിക്കുമോ? ഇല്ല. നോ എന്ന് ഫസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ? പിന്നെ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഒരിക്കൽ ഞാൻ അതിനെ സമ്മതിച്ചു കൊടുത്തു, പിന്നെ ഇനി നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകും, നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഉണ്ടാകും. ഇത് ഇപ്പോൾ ഈ അടുത്ത് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നില്ലേ? നിങ്ങൾ കേട്ടില്ലേ? സിനിമാ താരങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കുകയാണ്? സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. സെലിബ്രിറ്റീസാണ്, പൈസ ഉണ്ട്, ഒരുപാട് ഫാൻ ബേസൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യപ്പെടുക. ഇതൊരു റിയാലിറ്റി ആണ്. ഇത് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് നോ പറയാനുള്ള ധൈര്യം നമ്മൾ ഉപയോഗപ്പെടുത്താം. നമ്മളെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചിലപ്പോൾ ഫാമിലിയിലുള്ള ആളാകാം, ചിലപ്പോൾ കസിനാകാം, പലരുമാകാം. ഫസ്റ്റ് നോ പറഞ്ഞാൽ ആ ബന്ധം ബ്രേക്ക് ആവില്ല, ആ ബന്ധം അവിടെ ഉണ്ടാകും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് നോ പറഞ്ഞില്ലെങ്കിലോ പിന്നെ നമ്മൾ ആ ട്രോമയിൽ ജീവിക്കേണ്ടി വരും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇത് വളരെ കോമൺ ആണ് ഇന്ന്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒക്കെ ശേഷം. അപ്പോൾ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളോട് കടന്നു പോയവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് നോ പറയാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇനി നമ്മൾ കോളേജുകളിലേക്കൊക്കെ പോയി, ക്യാമ്പസുകളിലേക്കൊക്കെ പോയി. ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ലോകം ഇതൊന്നുമല്ല.
അവിടുത്തെ ലോകം ഇതൊന്നല്ല. അവിടെ എല്ലാ തെറ്റുകളെയും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ആരും ഉണ്ടാവില്ല. ഇനി ഒരാളുണ്ട് വിചാരിക്കും പരസ്യമായിട്ട് സിഗരറ്റ് വലിക്കുമോ? കാരണം എന്തുകൊണ്ട്? അത് തെറ്റാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പരസ്യമായിട്ടത് ചെയ്യില്ല അല്ലേ? എന്നാൽ സിഗരറ്റ് വലി കുഴപ്പമില്ല, നോർമലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാലോ പരസ്യമായിട്ട് എന്ത് ചെയ്യും? സിഗരറ്റ് വലിക്കുന്നതാണ് തെറ്റുകൾ പരസ്യമാക്കുമ്പോഴുള്ള പ്രശ്നം. അപ്പോൾ തെറ്റുകൾ പരസ്യമാക്കി ഉള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളിനി ക്യാമ്പസിലേക്കൊക്കെ പോയുണ്ടാവുക. അപ്പോൾ അവിടെ സിഗരറ്റ് വലിക്കുന്നവർക്കായിരിക്കും എന്തുണ്ടാവുക? ഒരു റെസ്പെക്റ്റൊക്കെ ആൾക്കാർ ചെയ്യാം. മദ്യപിക്കുന്നവർക്കായിരിക്കും അവിടെ എന്തുണ്ടാവുക? സ്ഥാനം ഉണ്ടാവുക. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്കായിരിക്കും അവിടെ എന്തുണ്ടാവുക? ബോയ് ഫ്രണ്ടും ബെസ്റ്റൊക്കെ ഉള്ളവർക്കായിരിക്കും അവിടെ എന്തുണ്ടാവുക? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ പരിഹസിക്കും, അയ്യേ ഒരു സിഗരറ്റ് പോലും വലിക്കാത്തവൻ, ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ പരിഹസിക്കും. അപ്പം നമ്മൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒഴുക്കിൻ്റെ ഒപ്പം നീന്തുന്ന വെറും ശവങ്ങളെപ്പോലെയായി മാറി ആണല്ലേ. എന്നാൽ അവിടെ ഞാൻ നിങ്ങളെപ്പോലെ ഉള്ള ഒരാളല്ല. എനിക്ക് എൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ എൻ്റെ ഈ നൈമിഷികമായ സുഖങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഐ ഹാവ് എ ഹയർ പർപ്പസ്, ഞാൻ മറ്റൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് എന്ന് കരുതി അവർ നമ്മളെ പരിഹസിക്കുമ്പോൾ നമുക്ക് അത് യാതൊരു കുലുക്കില്ലാതിരിക്കുമ്പോഴല്ലേ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. വി ഡോണ്ട് ഷെയർ കോമൺ ഒബ്ജക്റ്റീവ്സ്, സോ വി ഡോണ്ട് കെയർ. അങ്ങനെ ജീവിതം കള്ളുപിടിച്ച് എല്ലാ തെറ്റുകളിലും അകപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്ന ആളുകളുടേത് പോലെയാണോ നമ്മൾ? വി ഡോണ്ട് ഷെയർ കോമൺ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരേപോലെയാണോ? ഒരിക്കലല്ല. സോ വി ഡോണ്ട് കെയർ. അതുകൊണ്ട് അവർ പറയുന്നതിനെ നമ്മൾ പരിഗണിക്കണ്ടോ? നമ്മൾ പരിഗണിക്കുന്നില്ല. ഇനി അങ്ങനെ ക്യാമ്പസിലേക്ക് നിങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഈ റെസ്ട്രിക്ഷൻ എന്നുള്ളത് ഒരു ടീനേജ് പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് അല്ലേ? അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റുണ്ടോ? സത്യത്തിൽ നമ്മുടെ മെൻ്റൽ ഗ്രോത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ പേടി സ്വപ്നം കാണുന്നവരുണ്ടോ? അപ്പോൾ കാണുന്നവരുണ്ടോ? ഉണ്ട് അല്ലേ? ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല എല്ലാവരും? പ്രേതം വരുന്നു, കഴുത്തിൽ പിടിക്കുന്നു, തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു, കൈ അനങ്ങുന്നില്ല. തൊട്ടടുത്ത് ഉമ്മയുണ്ട്, അമ്മയുണ്ട്, ഉമ്മ എന്ന് വിളിക്കുന്നു, നാവ് അനങ്ങുന്നില്ല. ഓടാൻ ശ്രമിക്കുന്നു, കാലനങ്ങുന്നില്ല അല്ലേ? നമ്മളെല്ലാവരും കാണും. എന്തുകൊണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ ഈ പേടി സ്വപ്നങ്ങൾ പിന്നെ ഇല്ലാതാവുന്നെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പേടി സ്വപ്നങ്ങൾ നല്ലതാണോ മോശമാണോ? മോശ? അങ്ങനെ എല്ലാവരും കാണില്ലല്ലോ. പേടി സ്വപ്നങ്ങൾ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാ? നമ്മുടെ മെൻ്റൽ ഗ്രോത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രേതം ശരിക്കും വന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രേതത്തിൻ്റെ രൂപത്തിൽ വന്നു വിചാരിക്കുക. അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കും. ചിലപ്പോൾ നമ്മുടെ ബോധം തന്നെ പോവും അല്ലേ? പോവില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ ഡോസ്, നമ്മൾ വാക്സിനൊക്കെ എടുക്കുമല്ലോ, സാമ്പിൾ ഡോസാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത്. പേടി സ്വപ്നം കണ്ടു ആൻഡ് വി ഫേസ്ഡ്, നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഫേസ് ചെയ്തു, ആ പേടി നമ്മൾ ഫേസ് ചെയ്തു. പക്ഷെ നമുക്ക് ട്രോമ ഇല്ല. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ കണ്ടത് സ്വപ്നമാണല്ലോ, പിന്നെ നമുക്ക് ടെൻഷനില്ല. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ വർദ്ധിച്ചു, നമ്മുടെ മനസ്സിങ്ങനെ വളർന്നു വരികയാണ് പേടി സ്വപ്നത്തിലൂടെ സംഭവിക്കുന്നത്. എന്നതുപോലെയാണ് നിങ്ങൾക്ക് ഈ റെസ്ട്രിക്ഷനോടുള്ള ഒരു 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 അലർജി നിങ്ങൾക്ക് ഉണ്ടല്ലോ. അത് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എന്താ ഞാനത് ചെയ്താന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അതെന്താ? നമ്മൾ മെച്യൂരിറ്റി ആകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇറ്റ്സ് പോസിറ്റീവ്. അങ്ങനെ വേണം. അല്ലെങ്കിൽ നമ്മൾ എന്നും വീട്ടിൽ തന്നെ ഒന്നിനും പറ്റാത്ത ആളായിട്ട് ഇരിക്കൂലേ? നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമല്ലോ ഈ വേൾഡ്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തുണ്ടാവും? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ടൊരു സാധനമാണ് എന്ന് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു പട്ടം നിങ്ങൾ കണ്ടിട്ടില്ലേ? പട്ടം പറത്തിയവരുണ്ടോ? പട്ടം ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കിയിട്ട് പറത്തിയിട്ടുണ്ടോ? എന്നിട്ട് പറന്നിട്ടുണ്ടോ? ഈ പട്ട നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കും? നൂലുണ്ടാക്കും അല്ലേ? നൂലില്ലാണ്ട് പട്ടം പറത്താൻ പറ്റുമോ? ഉറപ്പല്ലേ? സത്യത്തിൽ പട്ടത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ എന്ത് ഹനിക്കുന്നുണ്ട് അല്ലേ? അതിന് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റുമോ നൂലുണ്ടെങ്കിൽ? പക്ഷെ നൂലില്ലെങ്കിലും അതിന് പറക്കാനേ പറ്റില്ല. അപ്പോൾ സ്വാതന്ത്ര്യം പ്രസക്തമാകണമെങ്കിൽ ദർ ഷുഡ് ബി റെസ്ട്രിക്ഷൻസ് അല്ലേ? ഇപ്പം നിങ്ങളൊക്കെ പ്രായമായി ലൈസൻസ് എടുത്തു വിചാരിക്കും. നിങ്ങൾക്കൊക്കെ പ്രായമായിട്ടോ, 23 വയസ്സൊക്കെ ആയി, ലൈസൻസ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വണ്ടി ഓടിക്കാനാണോ ഫ്രീഡം? ഹെൽമെറ്റ് ഇല്ലാതെ, ബുക്കും പേപ്പറും ഇല്ലാതെ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാനാണോ ഫ്രീഡം? എല്ലാം ഉള്ളപ്പോഴല്ലേ? ഉള്ളപ്പോൾ പോലീസിൻ്റെ മുമ്പ് കൂടെ ഇങ്ങനെ പോവുക, 2 ഹോണൊക്കെ വെച്ച് അടിക്കുക അല്ലേ? അല്ലെങ്കിലോ പോലീസിനെ നോക്കണം, ക്യാമറയെ നോക്കണം. അപ്പോൾ നിയമം അനുസരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫ്രീഡം. ഉറപ്പല്ലേ?
ഉറപ്പല്ലേ? റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് ജീവിതം ആസ്വദിക്കാനും പറ്റൂ. നിങ്ങൾക്കിവിടെ കളർ ഉണ്ടാവും, യൂണിഫോം. ചില സ്കൂളിൽ കളർ യൂണിഫോം ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും കളറാണെങ്കിൽ കുട്ടികൾക്ക് സുഖമായിരിക്കുമോ? ഇല്ല. എന്തിനാ യൂണിഫോം കൊണ്ടുവന്നത് അറിയാം നിങ്ങൾക്ക്? യൂണിഫോം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ അല്ലേ? പണ്ടൊക്കെ സ്കൂളുകളിലേ പൈസ ഉള്ള കുട്ടികളും പൈസ ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ കളർ ഡ്രസ്സ് ആണെങ്കിലോ പൈസ ഉള്ള വീട്ടിലത്തെ കുട്ടികൾ എന്തിട്ടിട്ട് വരും? നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരും. പൈസ ഇല്ലാത്ത വീട്ടിലത്തെ കുട്ടികളോ അത്ര നല്ലതല്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരും. അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടോ ക്ലാസ്സിൽ? കാണുമ്പോൾ തന്നെ അറിയാം ആരൊക്കെയാണ് പൈസ ഉള്ള വീട്ടിലത്തെ, ആരൊക്കെയാണ് പൈസ. അതില്ലാതാക്കാൻ വേണ്ടിയാണ് യൂണിഫോം സിസ്റ്റം കൊണ്ടുവന്നത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും 3 ജോഡി മേടിക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ? ദ സെയിം മെറ്റീരിയൽ അല്ലേ? എല്ലാം ഒരേപോലെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ യൂണിഫോം സിസ്റ്റം ഉള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം കളർ ഡ്രസ്സ് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കൂലേ? എല്ലാ ദിവസവും കളർ ഇടാൻ പറഞ്ഞാലും നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഉറപ്പല്ലേ? അപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂ. നമ്മൾ വീട്ടിൽ കയറി ചെല്ലുകയാണ്, എന്ന് 5 മണിക്ക് എത്തണേ. 5:05 ഇന്ന് എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാർ ചോദിക്കുക വിചാരിക്കും നീ എവിടെയായിരുന്നു എന്ന്. അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ, ഒരു 5 മിനിറ്റല്ലേ വൈകിയുള്ളൂ. ഇനി നമ്മൾ എപ്പോൾ പോയാലും വീട്ടുകാർ ചോദിക്കണില്ല, ഒരു ദിവസം പോയില്ലെങ്കിൽ പിറ്റേ ദിവസം പോയി നീ എവിടെയായിരുന്നു എന്നും ചോദിക്കണില്ലെങ്കിലോ ഏതാ നമുക്ക് സങ്കടം? ചോദിക്കാത്താണ് സങ്കടം. ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും, പക്ഷെ അത് ചോദിക്കാതിരുന്നാലോ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് തർക്കമുണ്ടോ? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉറപ്പ് തന്നെയാണ്. റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ കൂടുക അല്ലേ? ഉറപ്പല്ലേ? കടയിലേക്ക് പോയി പേന മേടിക്കണം, ലെക്സി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പേന എടുത്തിട്ട് വരും, ലെക്സി ഉണ്ട്, പിൻ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ സമയം പോയി, ഏതെടുക്കണമെന്ന് സംശയമായി. അപ്പോൾ കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും കൂടെ എപ്പോഴാണ്? ഓപ്ഷൻ ഒരുപാട് അല്ലേ? മസാല ദോശ മാത്രമുള്ള ഹോട്ടലിൽ പോയാലോ, പോയി ഇരിക്കുമ്പോഴേക്കും മസാല ദോശ വരും. ഒരുപാട് ഫുഡ് ഐറ്റമുള്ള ഹോട്ടലാണെങ്കിലോ എല്ലാ മെനു നോക്കണം, പൈസയൊക്കെ നോക്കണം, എന്നിട്ട് അവസാനം മസാല ദോശ ഓർഡർ ചെയ്തിട്ട്. ഈ ഹോട്ടലുകളുടെ പ്രത്യേകതയായി. ഒരിക്കലും ഹോട്ടലിൽ പോയപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എല്ലാം ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ആൾക്കാർ ഇതേപോലെ വരും, എന്തൊക്കെ ഉണ്ട് ചോദിക്കുന്നിട്ട് അവസാനം പൊറോട്ട ഓർഡർ ചെയ്തിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിർത്തി. നിങ്ങൾക്ക് എന്താ വേണ്ടി ചോദിച്ചാൽ പൊറോട്ട എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആളുകൾക്ക് ഓപ്ഷൻ കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? കൺഫ്യൂഷൻ വരുന്ന ഓപ്ഷൻ കൂടുമ്പോഴാണ്. നമ്മുടെ ലൈഫിലേ നമുക്ക് എന്തൊക്കെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്? ചൂസ് ചെയ്യാൻ ഫ്രീഡം ഉള്ളതാണ് കൂടുതൽ, ഇല്ലാത്തതാണ് കൂടുതൽ? ഏത് നാട്ടിൽ ജനിക്കണമെന്ന് നമുക്ക് ഫ്രീഡം ഉണ്ടോ ചൂസ് ചെയ്യാൻ? ഇല്ലല്ലോ. ഏത് പാരൻസിനെ കിട്ടണമെന്ന് ചൂസ് ചെയ്യാൻ നമുക്ക് ഫ്രീഡം ഉണ്ടോ? ഏത് മദർ ടങ്ക് ആവണമെന്ന് ചൂസ് ചെയ്യാൻ ഫ്രീഡം ഉണ്ടോ? ഇല്ല. ഏത് സ്കൂളിൽ പഠിക്കണം നമുക്ക് ഫ്രീഡം ഉണ്ടോ? ഇല്ല. ഏത് ഹോസ്പിറ്റലിലായിരിക്കണം ഡെലിവറി ഫ്രീഡം ഉണ്ടോ? നമ്മുടെ ലൈഫിൽ ഭൂരിഭാഗം കാര്യങ്ങൾക്ക് നമുക്ക് എന്തില്ല, പക്ഷെ നമുക്ക് അതിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? കാരണം എന്താ? ദ റൈറ്റ് പേഴ്സൺസ് ഡിസൈഡ് അല്ലേ? അത് ഏറ്റവും യോഗ്യരായ ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തീരുമാനിച്ചിട്ടുള്ളത്. സോ വി അഡ്മിറ്റ് അല്ലേ, ആൻഡ് വി ആർ താങ്ക്ഫുൾ. അപ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ അതോറിറ്റിയുള്ള മറ്റുള്ള ആളുകൾ നിശ്ചയിക്കുന്നതാണ് നമുക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്താമെന്ന് വിചാരിക്കുക. നമുക്കിങ്ങനെ തോന്നും, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടാണല്ലോ അത് ലൈഫ് ലോങ് ആയിട്ട്. ഒരു ഡ്രസ്സാണെങ്കിൽ ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രസ്സ് എടുക്കുക. ഡ്രസ്സ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വേറെ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മളൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ടല്ലേ എടുക്കുക. പക്ഷേ ലൈഫ് പാർട്ട്ണറെ നമുക്ക് എന്തിനും ഓപ്ഷൻ ഇല്ല, ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നമുക്കിന് തോന്നില്ല ടെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളതല്ലേ നല്ലത്? നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, ഇല്ലേ? ഉറപ്പല്ലേ? ടെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളതാണ് നല്ലത് എങ്കിൽ ലവ് മാരേജൊക്കെ ഫുൾ എന്തായിരിക്കണം? സക്സസ്ഫുൾ ആയിരിക്കണം അല്ലേ? ലവ് മാരേജ് ആണോ സക്സസ്ഫുൾ, അറേഞ്ച്ഡ് മാരേജ് ആണോ? ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവലാണ് വേണ്ടതെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആവേണ്ടത് എന്താ? എന്തുകൊണ്ടാണ് പക്ഷെ ലവ് മാരേജ് സക്സസ്ഫുൾ ആവാത്തത്? നിങ്ങളതിൽ ചോദിക്കുന്നുണ്ടോ? ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ 100% എക്സ്പെക്റ്റേഷൻ ആണ് ബിഫോർ മാരേജ്. എക്സ്പെക്റ്റേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ദുൽഖർ സൽമാൻ നിൽക്കണ പോലെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കണതെന്ന്. പക്ഷേ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴോ റിയാലിറ്റി എക്സ്പെക്റ്റേഷൻ തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ലേ? എന്നാൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷനോട് കൂടിയാണോ വരിക? അല്ല.
അപ്പോൾ എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഡിസപ്പോയിൻമെൻ്റ് ആണ്. എക്സ്പെക്റ്റേഷൻസ് എൻറ്റെയിൽസ് ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെക്ട് ചെയ്ത സാധനം കിട്ടാതെ വരുമ്പോൾ പിന്നെ ഇവർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ സീറോ എക്സ്പെക്റ്റേഷനിലാണ് എന്തിലേക്ക് വരുന്നത്? അറേഞ്ച്ഡ് മാരേജിൽ വരുന്നത്. പിന്നെ കിട്ടണമൊക്കെ എന്താണ്? കിട്ടണമൊക്കെ നമുക്ക് ബോണസാണ്. അല്ലെങ്കിലും ഈ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാറ് സെലക്ട് ചെയ്യുമ്പോഴേ നമ്മൾ മുൻപ് കാറ് ഓടിച്ചിട്ടുള്ള, കാറ് ഓൺ ചെയ്തിട്ടുള്ള ആളുകളോടൊക്കെ ഒപ്പീനിയൻ ചോദിക്കില്ലേ? അല്ലേ? എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണല്ലോ ബെറ്റർ ഓപ്ഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, നമ്മയും അറിയുന്ന ആളുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫിറ്റ് ആവുക ആണോ? അല്ലേ? അപ്പോൾ പാരൻസിനല്ലേ നമുക്ക് നമ്മളറിയാം. അപ്പോൾ പാരൻസ് സെലക്ട് ചെയ്യുന്ന ആളല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആവുക ആണോ? അല്ലേ? ഇനി നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കൂ, ഒരു കപ്പിൾസ്, ഭാര്യയും ഭർത്താവും, അവരിങ്ങനെ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ക്യാമ്പസിലേക്കൊക്കെ പോയാൽ കേൾക്കുന്നൊരു സാധനമാണ്, ആർക്കും ആരെയും പ്രണയിക്കാം, ആർക്കും ആരോടൊപ്പവും ജീവിക്കാം. അവിടെ സ്ത്രീ പുരുഷനെന്ന് നോക്കേണ്ടതില്ല, മതം നോക്കേണ്ടതില്ല, പ്രായം നോക്കേണ്ടതില്ല, മാരീഡാണോ അല്ലേ എന്ന് നോക്കേണ്ടതില്ല. പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആർക്കും ആരെയും ആരോടൊപ്പവും ജീവിക്കാം. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നതൊക്കെ? നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കേൾക്കും. അതൊക്കെ നിയമാനുസൃതമാണ്. ആർക്കും ആരോടൊപ്പവും ജീവിക്കാം എന്ന് പറയുന്ന ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാമ്പസ് പരിസരത്തിലേക്കാണ് നമ്മൾ ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ആ സമയത്ത് ഇത്ര ആലോചിച്ച് നോക്കുക, ഒരു മാരീഡ് ആയിട്ടുള്ള രണ്ടുപേര്, ഒരു ഭർത്താവ് ഒരു ഭാര്യയും. മാരീഡ് ആണ് എന്ന് കരുതിയിട്ട് ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഇല്ലല്ലോ ഈ ലോകത്ത്. മാരീഡ് ആവട്ടെ മാരീഡ് അല്ലാതിരിക്കട്ടെ, ആർക്കും ആരോടൊപ്പം എന്ത് ചെയ്യാം. അതാണ് ഈ പുതിയ കാലം, ലിബറലിസം എന്നാണ് അതിന് പറയുക. പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, തിന്മയുടെ കുത്തൊഴുക്കുകൾക്കിടയിലാണ് നിങ്ങളിനി ജീവിക്കേണ്ടത്. അവിടെ ഒഴുക്കിൻ്റെ ഒപ്പം നീന്താൻ പറ്റുന്ന ശവങ്ങളെ പോലെ ആകാതെ ജീവനുള്ള ആർജവമുള്ള ഒഴുക്കിനെതിരെ നീന്തുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. അപ്പോൾ ആർക്കും ആരോടും ജീവിക്കാം, ഒപ്പം ജീവിക്കാം എന്നാണല്ലോ ഒരു പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യ ഇവരൊരുമിച്ച് ജീവിക്കുന്നു. നമ്മുടെ ഉമ്മയും വാപ്പയും, അമ്മയും അച്ഛനും ഒന്ന് ആലോചിച്ച് നോക്ക്, അവരൊരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെയാണ് അച്ഛന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന് അമ്മ അറിയുന്നത്. അച്ഛന് മറ്റൊരു സ്ത്രീ, അത് അച്ഛൻ്റെ ഫ്രീഡം അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഫ്രീഡം ഒന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഇവർ പറയുന്നതനുസരിച്ച് ആർക്കും ആരോടൊപ്പം ജീവിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛന് മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കാനുള്ള ഫ്രീഡം എവിടെ ഉണ്ട്? സൊസൈറ്റിയിലുണ്ട്. പക്ഷെ അച്ഛൻ ആ ഫ്രീഡം ഉപയോഗിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും ബന്ധം എന്താവും? തകരില്ലേ? ആണോ? അല്ലേ? തകരും. തകർന്നു കഴിഞ്ഞാൽ കുട്ടികളായ മക്കളായ നമ്മുടെ ജീവിതം എന്താവും? അവരുടെ മാതാപിതാക്കളെ പിന്നെ ആരാ നോക്കുക? എല്ലാവരും പ്രയാസത്തിലാവില്ലേ? അങ്ങനെയാകുമ്പോൾ സൊസൈറ്റിക്ക് അത് ഗുണമാണോ ദോഷമാണോ? ദോഷമാണ്, ഉറപ്പല്ലേ? പിന്നെ ഈ കുട്ടികളെ സർക്കാർ നോക്കേണ്ടി വരില്ലേ? ഈ വൃദ്ധരെ സർക്കാർ നോക്കേണ്ടി വരില്ലേ? അപ്പോൾ ഗവൺമെൻറ്റിനും സുഖം എന്താ? ഭാര്യയും ഭർത്താവും ദീർഘകാലം ഒരുമിച്ച് ജീവിക്കലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കുറേ ബാധ്യതകൾ ഇല്ലാതാവില്ലേ? പക്ഷെ അങ്ങനെ ദാമ്പത്യം നീണ്ടു നിൽക്കണമെങ്കിൽ എന്ത് വേണം? വിവാഹേതരമായ ബന്ധങ്ങൾ മനുഷ്യർ ഒഴിവാക്കണ്ടേ? വേണോ വേണ്ടേ? ഉറപ്പല്ലേ? പക്ഷെ അത് ആരെങ്കിലും നമ്മളോട് പറയുമോ? ഈ പുതിയ സമൂഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ മുമ്പോ വിവാഹത്തിൻ്റെ ശേഷമോ മറ്റു സ്ത്രീകളുമായോ മറ്റു പുരുഷന്മാരുമായോ ബന്ധം പാടില്ല എന്ന് ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിലൂടെ നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുമോ? ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം ഫോളോവർ നമ്മളോട് പറയുമോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസർ നമ്മളോട് പറയുമോ? സത്യത്തിൽ ഫാമിലിക്ക് വളരെ ഹാംഫുൾ ആണെന്ന് ഉറപ്പാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇവർ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഫാമിലി ഇല്ലാതാവാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഉറപ്പല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിന്മയുടെ കുത്തൊഴുക്കാണ്. നമ്മളതിൽ പെട്ടുപോകാൻ പാടുണ്ടോ? നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ പെട്ടുപോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അതിനാണ് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കുന്ന. ഒരു ജനറൽ ക്യാമ്പസിൽ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓറിയൻറ്റേഷൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇടപെടാനുള്ള സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാം, നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ചോദിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന്, ഫ്രീഡം ആകുന്നത് എന്തുള്ളപ്പോഴാണ്? റെസ്ട്രിക്ഷൻ ഉള്ളപ്പോഴാണ്. ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗം കാര്യങ്ങൾക്കും നമുക്ക് ഫ്രീഡം ഉണ്ടോ? തിരഞ്ഞെടുക്കാൻ ചോയ്സ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മളതിൽ തൃപ്തരാണ്. കാരണം എന്താ? അതിന് അർഹതയുള്ള ആളുകളാണ് അത് തിരഞ്ഞെടുത്തതെന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല. നമ്മളെക്കുറിച്ച് നന്നായി അറിയുന്ന യോഗ്യതയുള്ള ആളുകൾ തിരഞ്ഞെടുത്താലും മതി. നമ്മുടെ ജീവിതത്തിൽ എന്ത് ട്രാപ്പ് വന്നാലും നമ്മൾ ആരോട് പറയണം? പാരൻസിനോട്. അവർ എത്ര തല്ലിയാലും അവരെക്കാൾ നമുക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കണം വേറെ ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ഇല്ല. അവരോട് തന്നെ നമ്മൾ പറയണം. പിന്നെ നമ്മൾ ക്യാമ്പസിലേക്കൊക്കെ പോകുന്ന സമയത്ത് തിന്മയുടെ കുറേ കുത്തൊഴുക്കുകൾ ഉണ്ടാവും.
അതിൽപ്പെട്ട കുറേ ധാരണകളാണ് നമ്മളോട് തിരുത്തിയത്. ഒന്ന്, മറ്റുള്ളവരുടെ അംഗീകാരം എനിക്ക് കിട്ടേണ്ടത് എൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിലാണോ, എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ പേരിലാണോ? പക്ഷെ നമ്മൾ മുടി ചീകണം, കുളിക്കണം, അതൊക്കെ വേണം, വൃത്തിയിൽ നടക്കണം, അതൊക്കെ വേണം, അതൊക്കെ മിനിമമാണ്. പക്ഷെ ഞാൻ എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടല്ല ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ സ്വഭാവം കൊണ്ടാണ്, എൻ്റെ നേട്ടങ്ങൾ കൊണ്ടാണ്, എൻ്റെ അച്ചീവ്മെൻറ്റ്സ് കൊണ്ടാണ്. അതല്ലേ നമുക്കൊരു അഭിമാനമുള്ളത് എന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ ക്യാമ്പസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിന്മകളെ നോർമലൈസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഇവിടെ നമുക്ക് സിഗരറ്റ് വലിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇൻഹിബിഷൻ നമുക്ക് തന്നെ ഉണ്ട്. മോശപ്പെട്ടൊരു കാര്യമാണല്ലോ. പക്ഷേ സിഗരറ്റ് വലിക്കൽ നന്മയാണ്, സിഗരറ്റ് വലിക്കുന്നവരാണ് ഉന്നതർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയാലോ, അപ്പോൾ നമുക്ക് അതിലേക്കൊരു താല്പര്യം വരും. സ്വാഭാവികമായിട്ടും ട്രെൻഡിൻ്റെ ഒപ്പം പോകാൻ നമുക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. ട്രെൻഡിൻ്റെ ഒപ്പം പോകാൻ, ട്രെൻഡിൻ്റെ ഒപ്പം എല്ലാ ട്രെൻഡിൻ്റെയും ഒപ്പം പോകേണ്ടവരാണോ നമ്മൾ? അല്ല, തിന്മയുടെ ട്രെൻഡിൻ്റെ ഒപ്പം പോകില്ല, നോ എന്ന് പറയേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ഈ തിന്മയുടെ ഈ കുത്തൊഴുക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ ക്യാമ്പസിൽ പോയി അതിന് ഭയങ്കര ഡോമിനൻസ് ഒക്കെ കിട്ടുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അതിനെതിരെ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഏതുപോലെയാണ് ഈ അഴുക്ക് ചാലിൽ ഒഴുകി വരുന്ന ശവങ്ങളെ പോലെയായിട്ട് നമ്മൾ മാറും, ആണോ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളൊരു ധൈര്യമൊക്കെ ആയോ? മനസ്സിലെന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നോ? ഈ അവസരങ്ങൾ നമ്മൾ റൈറ്റ് ടൈമിൽ ഉപയോഗപ്പെടുത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചോദിക്കായിരുന്നു വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ നമ്മളെ ഈ നമ്മൾ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമുക്കുണ്ടല്ലോ. നിങ്ങൾ കുറച്ച് പേരുകൾ പറയും. ആരൊക്കെയാ പറഞ്ഞോ? പല ഇതായിരിക്കും. ട്രാവലേഴ്സ് ആയിരിക്കും, ഫുഡ് ബ്ലോഗേഴ്സ് ആവും, മ്യൂസിക് ആവും. ആരൊക്കെയാ? റാഷിദ്, ഹാഷിർ. ആളാ എന്താ പ്രൊഫൈൽ? എന്താ പാട്ടാ, ഫുഡാ, എന്ത് വ്ളോഗ് ചെയ്യാ? സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാം പറയും. ഹാഷിർ അല്ലേ? പിന്നെ അൻഷാദ്, ഹനാൻ ഷാ. എന്തൊക്കെ സാധനം ചെയ്യാം? പാട്ട് പാടണാണ്. പിന്നെ പറയ്. M4 ടെക്. നമ്മളിങ്ങനെ ആലോചിച്ചു, കുറേ നമ്മുടെ മുഖത്ത് ചിലത് ഇവിടെ പറയാൻ തോന്നാത്തുണ്ടാവും. ഒരാളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇതിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരാളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് എത്ര മില്യൺ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നോക്കിയിട്ടാണോ? ആണോ? അയാൾക്ക് ആ വിഷയത്തിൽ എത്ര യോഗ്യത ഉണ്ട് നോക്കിയിട്ടല്ലേ? അല്ലേ? ഒരു ഡോക്ടർ പറഞ്ഞാലല്ലേ രോഗത്തെക്കുറിച്ച് നമ്മൾ അത് അംഗീകരിക്കുകയുള്ളൂ. 10 മില്യൺ ഫോളോവറുള്ള ഒരു പാട്ടുകാരൻ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരാളെ ഫോളോ ചെയ്യേണ്ടത് ആ മേഖലയിൽ അയാൾക്ക് എത്ര അറിവുണ്ട്, കഴിവുണ്ടെന്ന് നോക്കിയിട്ടാവണ്ടേ. പക്ഷെ പലപ്പോഴും നമ്മളങ്ങനെയാണോ? അല്ല. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾ ഇൻഫ്ലുവൻസർ ആവാൻ പാടുണ്ടോ? അങ്ങനത്തെ ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കാൻ പാടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ടെക്നിക്കൽ മേഖലയിലുള്ള ഒരു പരീക്ഷണം ശാസ്ത്രമേളയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് യൂട്യൂബ് ചാനൽ പ്രിഫർ ചെയ്യും? ഇവിടെ പറഞ്ഞു M4 ടെക്. കാരണം അത് ടെക്നിക്കലായിട്ടുള്ള കുറേ സാധനങ്ങളതിലുള്ളത്. അപ്പോൾ ഞാൻ അതിനെ പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോ മേഖലയിലും ആ മേഖലയിലെ എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. ഇനി ഈ എക്സ്പേർട്ടുകൾക്ക് കുറേ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? അതൊക്കെ ഒരു വായത്തൊന്ന് വിളിച്ച് പറയൂലേ? അതൊക്കെ നമ്മൾ എടുക്കാൻ പറ്റുണ്ടോ? പിന്നെ നമുക്ക് എന്താ വില ഉള്ളത്? മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞത്? ഇപ്പോൾ ഒരു നല്ല പാട്ടുകാരനാണ്, അയാൾക്ക് കുടുംബത്തെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവും, അയാൾക്ക് വിവാഹത്തെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവും. വലിയ പാട്ടുകാരനാണ്, അയാൾ പറയാണ് ലവ് മാരേജ് ആണ് നല്ലത്, അറേഞ്ച്ഡ് മാരേജ് അല്ല എന്ന്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് വലിയ പാട്ടുകാരനാണല്ലോ, അപ്പോൾ എന്തെന്നായിരിക്കും നല്ലത്? പാട്ടുകാരനാണെങ്കിൽ ശ്രുതിയും താളമൊക്കെ അല്ലേ പറയേണ്ടത്? പാട്ടുകാരനാണതുകൊണ്ട് എല്ലാം പറയാനുള്ള അതോറിറ്റി ആയോ? ഇനി വലിയൊരു സയൻറ്റിസ്റ്റാണ്, നാസയുടെ സയൻറ്റിസ്റ്റാണ്, അയാൾ എന്താണ് പറയേണ്ടത്? അയാൾ എന്ത് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും? സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ എന്ത് സ്വീകരിക്കും? അയാൾ പറയാണ് കുടുംബ വ്യവസ്ഥ ശരിയല്ല, മനുഷ്യരൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് വേണ്ടത്, ആൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ പല അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ അതുപോലെ കേട്ട് വിഴുങ്ങുന്ന മൈക്കുകളാവേണ്ടവരാണോ നമ്മൾ? മറ്റുള്ളവരുടെ സ്പീക്കറുകളാവേണ്ടവരാണോ നമ്മൾ? അല്ലല്ലോ. ഓരോ ആളുകളെ അവരേത് മേഖലയിലാണ് എക്സ്പേർട്ട് അതിൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു. അതല്ലാത്ത വിഷയത്തിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് വേണ്ടേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കാമെന്ന് തോന്നി തുടങ്ങിയോ?
എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി മൈക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ഈ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ കുട്ടികളെ. ബുർജ് ഖലീഫ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടാവും, ഫോട്ടോ കണ്ടവരുണ്ടാവും അല്ലേ. ഞാൻ 2 വർഷം ദുബൈയിലായിരുന്നു. അതിൻ്റെ അടുത്തുകൂടെയൊക്കെ ഒരുപാട് തവണ പോയി. പക്ഷെ ഇതുവരെ എനിക്ക് നോക്കിയിട്ടില്ല. അത് പിന്നെ ഞാൻ ആലോചിച്ച്, ശരിയാണല്ലോ ഞാൻ ബുർജ് ഖലീഫ കണ്ടിട്ടില്ല എന്ന് പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ആലോചിച്ചത്. അത് പോട്ടെ, മോശമായിട്ടല്ല, മറന്നുപോയതാണ്. അവിടെ പണിയെടുക്കാൻ പോയതല്ലേ, അടിച്ചൊളിക്കാൻ പോയതല്ലല്ലോ. ബുർജ് ഖലീഫയുടെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ ഏറ്റവും ഉയരമുള്ള നിലയിൽ നമ്മളെല്ലാം പോയി നിന്നു എന്ന് ആലോചിച്ചോ? ആലോചിച്ചില്ലേ? ശരിക്കും ആലോചിക്കണം കേട്ടോ, അങ്ങനെ മസിൽ പിടിച്ചിരിക്കൊന്നും വേണ്ട. ഇപ്പം എന്ത് തോന്നുന്നു? തലകറങ്ങണ പോലെ തോന്നുന്നു. ഒരു കാല് പുറത്തേക്കിട്ടു, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ മറ്റേ കാലും പുറത്തേക്കിട്ടു. ഇനി ഒന്നും തോന്നണ്ട. കാര്യം എന്താ? ഇനി തോന്നണ്ട. നമ്മൾ എവിടെ എത്തും? എന്തുകൊണ്ട്? വൈ ഗ്രാവിറ്റി ഈസ് എ റിയാലിറ്റി അല്ലേ? അല്ലേ? എനിക്ക് താഴേക്ക് വീഴാൻ ഇഷ്ടമല്ല. എനിക്ക് എവിടേക്ക് പോകണം? മുകളിലേക്ക് പറക്കണം. എനിക്ക് പറക്കാനാണ് ഇഷ്ടം എന്ന് കരുതിയത് കൊണ്ട് കാല് പുറത്തിട്ടാൽ ഞാൻ പറക്കുമോ? എവിടേക്ക് വീഴൂ? നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നത് വിഷയമാണോ? ഒരു കാര്യം റിയൽ ആണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ, ഫാക്റ്റ് ആണെങ്കിൽ, ഇഷ്ടമാകട്ടെ ഇഷ്ടമാകാതിരിക്കട്ടെ, അത് അംഗീകരിക്കില്ലേ ബുദ്ധി. എനിക്ക് പറക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 2 കാലും താഴേക്കിട്ട് പറക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഒരാൾക്ക് എന്ത് ചെയ്യാന്നറിയോ? കണ്ണടച്ചിട്ട് കാല് പുറത്തേക്കിടാം. ബുർജ് ഖലീഫ അല്ലേ, പെട്ടെന്നൊന്നും താഴത്തില്ലല്ലോ, കുറച്ച് സമയം എടുക്കുമല്ലോ. 1 സെക്കൻഡിൽ എത്ര വെച്ചാണ് ആക്സലറേഷൻ കൂടുക? 9.8 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 1 സെക്കൻഡിലും 9.8 വെലോസിറ്റി ഇൻക്രീസ് ആവും. ഇവിടെയും ഫിസിക്സ് ആണല്ലോ ഒന്നുമില്ല. അത് പോട്ടെ. അപ്പോൾ ഇയാൾ കണ്ണടച്ചു, എന്നിട്ട് 2 കാലും പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് പറയാണ്, ഞാൻ വീഴുകയല്ല, ഞാൻ പറക്കുകയാണ്. എന്നാൾക്ക് സങ്കല്പിച്ചൂടെ? പക്ഷെ ഏതുവരെ ആ വ്യാജ സങ്കല്പം കൊണ്ടു നടക്കാൻ പറ്റും? ഒരു പോയിന്റിൽ ആൾ എന്ത് ചെയ്യും? നിലത്തെത്തും, തല പൊട്ടും, ചോര വലിക്കും. കൺട്രോൾ സെറ്റ് അടിച്ചാൽ വീണ്ടും മുകളിലെത്തുമോ? സ്റ്റാർട്ട് അഗൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ എത്തുമോ? ഇല്ല. ഇതുപോലെയാണ് ചില ആളുകൾ. ഇപ്പോൾ നമുക്കൊരുപാട്, ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നിസ്കരിക്കുന്നു, ഔറത്ത് മറയ്ക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഒരുപാട് നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ട് നമ്മളിതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു? ഇത് റിയാലിറ്റിയാണ്. അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിച്ചു വന്നു, റിയാലിറ്റിയാണ്. റിയാലിറ്റി ആയതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യണത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമുക്ക് ഇഷ്ടമില്ല വിചാരിക്കും. എന്നാൽ ഇത് എന്തെന്നെയാണ്? എനിക്കിഷ്ടമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ഇല്ലാണ്ടാവുമോ? ചില ആൾക്കാർ പറയും, ഞാൻ ഈ നിയമങ്ങൾക്കൊന്നും വിധേയനല്ല, ഞാൻ സ്വതന്ത്രനാണ്. അത് ഏതുപോലെയാ? കണ്ണടച്ചിട്ട് ഞാൻ വീഴുകയല്ല, പറക്കുകയാണ് എന്ന് കരുതാനെ പോലെ. അവർക്ക് ആ വ്യാജ സങ്കല്പം കൊണ്ടു നടക്കാൻ പറ്റും. എത്ര കാലം? നിലത്തെത്തുന്നവരെ. അതുപോലെ മരണം വരെ ആളുകൾക്ക് വേണമെങ്കിൽ അത് കൊണ്ടു നടക്കാം. പക്ഷെ മരണത്തിൻ്റെ സമയത്ത് ബോധ്യമാകും, ഞാൻ നിഷേധിച്ചതായിരുന്നല്ലോ യാഥാർത്ഥ്യമെന്ന്. പിന്നെ എനിക്കൊരവസരം കൂടി തരുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് റിയാലിറ്റിയെ മറികടക്കാൻ പറ്റുമോ? ഉറപ്പല്ലേ? റിയാലിറ്റി ഈസ് ഓൾവേസ് റിയാലിറ്റി. ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ സന്തോഷം. നിങ്ങൾക്ക് എന്തും ചോദിക്കാം കേട്ടോ. ഞാനിപ്പോഴും പറയാറുണ്ട്, ഈ ചെറിയ കുട്ടികളുടെ, നിങ്ങൾ വലിയ കുട്ടികളാണ്, കുറച്ചുകൂടി ചെറിയ കുട്ടികളുടെ സദസ്സിലൊക്കെ പോയാലേ ഇങ്ങനെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും, നീ കേക്ക് മുറിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയും, കേക്ക് പിന്നെ വാരി തിന്നാൻ പറ്റില്ലല്ലോ, വലിയ സാധനമല്ലേ, മുറിച്ചിട്ട്. അങ്ങനത്തെ ചോദ്യങ്ങളല്ല, ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ചില കുട്ടികൾ ലിപ്സ്റ്റിക്ക് തേക്കാൻ പറ്റുമോ? അപ്പോൾ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ചുണ്ട് ചോപ്പിക്കാൻ പറ്റും. പിന്നെ ചുണ്ട് കറുപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ചുണ്ട് ചോപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരും ഭർത്താവും മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും, നാട്ടുകാരും എന്താക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ എല്ലാത്തിനും ഒരു എന്തുണ്ട്? റെസ്ട്രിക്ഷൻ ഉണ്ട്. റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്തിന് പ്രസക്തിയുള്ളൂ? ഫ്രീഡത്തിന് പോലും പ്രസക്തിയുള്ളൂ. ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കൂ. മൈക്കും ക്യാമറയും കണ്ടു, എന്തായാലും പേടിയായി. ധൈര്യമായിട്ട് ചോദിച്ചു, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തലല്ലേ വേണ്ടത്.
എന്ത് പൊട്ടത്തിലായിക്കോട്ടെ. ആരെ ചോദിക്കാൻ വന്നു? അല്ല, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ ചോദിക്കാൻ പറ്റുക. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ലീഗൽ അവയർനെസ്സിന് ഒരു അഡ്വക്കേറ്റ് വന്നിട്ട് ഒരു ക്ലാസ് എടുത്തു. എന്നിട്ട് ആ സാറ് ഒരു ചോദ്യം ചോദിച്ചു, പ്രസിഡന്റ് മരിച്ച ആരായിരിക്കും പ്രസിഡന്റ്? വൈസ് പ്രസിഡന്റ് ആവുമല്ലോ. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മരിച്ചാൽ അല്ലെങ്കിൽ രാജിവെച്ചാൽ ആരായിരിക്കും പ്രസിഡന്റ് ആവുക? അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പക്ഷേ സാറ് പറഞ്ഞു ഇത് ഉത്തരം പറയുന്നവർക്ക് 100 രൂപ സമ്മാനം. അന്ന് 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അത് അതിലേക്കാളും വലിയ പൈസയാണ് അല്ലേ. പക്ഷേ എനിക്ക് എന്തിനുള്ള ധൈര്യം ഉണ്ടായില്ല. കാരണം സ്കൂളിൽ മൊത്തം കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആൾ കുറേ ചോദിച്ചിട്ട് 10 മിനിറ്റ്. അപ്പോൾ ഞാനും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എന്നിട്ട് ആരും പറഞ്ഞില്ല. അവസാനം ആൾ ആ 100 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഉത്തരം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായൊരു സങ്കടം ഉണ്ട്. ആ സങ്കടം ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പം ഇനി പോയിട്ട് ആളുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാലും ആ സങ്കടം മാറില്ലല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം അങ്ങനെ വന്നു കിടക്കണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം. ആ ലാസ്റ്റ് ബെസ്റ്റിയുടെ കാര്യം പറയാൻ പറഞ്ഞില്ലേ? ആ ഇപ്പോഴേ ബെസ്റ്റ് ചോദ്യം വരുന്നുണ്ടോ? ആ വന്നോട്ടെ. പെൺകുട്ടികളെ ലൈൻ അടിക്കാൻ പറ്റുമോ? ആ ഇതേപോലെ ഇപ്പൊ ക്യാമ്പസിൽ പോയാൽ ചോദിക്കാൻ എന്താ അറിയോ? ആൺകുട്ടികളെ പ്രണയിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുക. ആൺകുട്ടികളെ ചോദിക്കുകയാണ്. ആൺകുട്ടികളെ അങ്ങനെ ചോദിച്ചില്ലല്ലോ, സന്തോഷം. പ്രണയിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം. പ്രണയിക്കൽ നിർബന്ധമാണ്. പ്രണയിക്കൽ എന്താണ്? പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയെയും ഭർത്താവിനെയും മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ചെറിയൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പ്രണയിക്കൽ എന്താണ്? ഒരാൾ കല്യാണം കഴിഞ്ഞു എന്നിട്ട് പ്രണയിക്കുന്നില്ലെങ്കിലോ? ക്രൂരതയല്ലേ അത്? പിന്നെ ഇതിനാ പണിക്കുന്നത്? വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റും. പ്രായപൂർത്തിയാവണം, ലൈസൻസ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നപോലെ പ്രണയിക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയാവണം, കല്യാണം കഴിയണം. പിന്നെ പാരൻസിനോടാണെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആൺകുട്ടി ക്യാമ്പസിൽ പഠിക്കുകയാണ്, ഒരു 21 വയസ്സായി. അവന് ക്യാമ്പസിൽ പഠിക്കേണ്ട പെൺകുട്ടിയോട് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുക്കണം. ഹലാലായിക്കോട്ടെ, പാരൻസ് അതിന് വില്ലിങ് ആവട്ടെ. അതല്ലാതെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എത്രത്തോളം അപകടമാണ്. അതുപോലെ തന്നെ ഈ വിവാഹത്തിൻ്റെ മുമ്പുള്ള പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? പെൺകുട്ടികളുടെ സൈക്കോളജി അനുസരിച്ച് ഒരാളുമായി ഒരു പ്രണയബന്ധം ഉണ്ടാകുമ്പോൾ, ഭർത്താവാകട്ടെ ആരുമാകട്ടെ, അവർക്കിടയിൽ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യും. അവരുടെ ബ്രെയിനിൽ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് ആ ബന്ധം തകർന്നു എന്ന് വിചാരിക്കും. ആ ബന്ധം തകർന്നു എന്ന് വിചാരിച്ചാൽ ഇനി ഒരു വിവാഹബന്ധമോ പ്രണയബന്ധമോ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു ട്രോമയിലേക്ക് മാറും. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ മുമ്പ് ഒരു പ്രണയം ഉണ്ടാവുകയും, അത് പ്രണയം ഉണ്ടായ സ്വാഭാവികമായിട്ട് അത് ഫേക്ക് റിലേഷനാണ്. ഫേക്ക് ആകുമ്പോൾ കുമിളകൾ പോലെയാണ്. കാണുമ്പോൾ ഭയങ്കര ഉള്ളിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ ഒന്നുണ്ടോ? കുമിളയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഫേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പ്രണയിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുമോ? ഇല്ല, ഫേക്കായതേ പറയുള്ളൂ. നമ്മുടെ ഒറിജിനൽ കാണിക്കില്ല. ഒറിജിനൽ ഒക്കെ ഫേക്കാണ്. കുമിളകൾ പോലെയാണ്. കാണുമ്പോൾ നല്ല രസം. സൂര്യപ്രകാശം അടിക്കുമ്പോൾ മഴവില്ലൊക്കെ ഉണ്ടാവും. ഹൗ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് പൊട്ടിയാൽ ഇല്ലാതാകുന്ന കുമിളകൾ പോലെയാണ്. അപ്പോൾ ഈ ഫേക്ക് റിലേഷൻ നമുക്കൊരിക്കലും ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ ട്രോമ വൺസ് ഫേസ് ചെയ്താൽ പിന്നെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നാലും നമുക്ക് ഇണയെ സംശയമായിരിക്കും. നമുക്ക് പൂർണ്ണമായി ഇണയോടൊപ്പമുള്ള ജീവിതം പ്രയാസകരമായിരിക്കും. നമ്മുടെ മാരിറ്റൽ ലൈഫിനെ വരെ അത് ബാധിക്കും. അപ്പോൾ ഒരു 2-3 വർഷത്തെ ടെമ്പറലായ ചില എൻജോയ്മെൻറ്റ്സ് നമ്മൾ ഒഴിവാക്കിയാൽ 20, 30, 40 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ദാമ്പത്യമാണ് വിജയകരമാകുന്നത്. അല്ലെങ്കിലോ അപ്പോഴൊക്കെ ഈ പ്രയാസം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ പ്രണയിക്കാൻ പറ്റുമോ? പറ്റും. ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. പ്രായപൂർത്തിയാവണം, കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് പഠന സമയത്ത് തന്നെ
നിക്കാഹ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ കുട്ടികളെ, നിങ്ങളോടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം കൂടെ അവസരമുണ്ട്. ആർക്കും ചോദിച്ചോളൂ. ചോദിക്കട്ടെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സെക്യുലറിസം അതുപോലെ തന്നെ സോഷ്യലിസം റിമൂവ് ചെയ്യണില്ല എന്നൊരു ഉത്തരവ് വന്നല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം അല്ല ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെ പിന്നീട് ചേർക്കപ്പെട്ടതാണ്. പ്രിയാമ്പിളിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ അമെൻമെൻറ്റിലൂടെ വന്നതാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് നെഹ്റു ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തത്. കോൺഗ്രസ് മാത്രമേ അന്നുള്ളൂ, കോൺഗ്രസ്സിൽ നിന്ന് പോയതാണ് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ കോൺഗ്രസ്സിനെ ഒരുപാട് വർഷം ലീഡ് ചെയ്ത നെഹ്റുവിൻ്റെ ഒരു ഐഡിയോളജിയാണ് എന്ത്? സോഷ്യലിസം എന്ന് പറയുന്നത്. ഏത് ഇസവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോഷ്യലിസവും ഉണ്ട്, സെക്യുലറിസവും ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്യുലറിസം മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം എന്താ അറിയോ, സെക്യുലറിസം ലോകത്ത് 3 രീതിയിലുണ്ട്. സെക്യുലറിസം എത്ര രീതിയിലുണ്ട്? 3 ഒരുപോലെയല്ല. ചിലത് നമുക്ക് പറ്റുന്നതാണ്, ചിലത് നമുക്ക്. ഇന്ത്യയിലെ സെക്യുലറിസത്തെ എങ്ങനെയാണ് നിർവചിച്ചതെന്നറിയോ? നോൺ റിലീജിയസ് ആൻഡ് നോൺ ഇർറിലീജിയസ്. എന്താ അർത്ഥം? നോൺ റിലീജിയസ്, ഒരു മതത്തിനും പ്രത്യേകിച്ച് സ്ഥാനമില്ല. നോൺ ഇർറിലീജിയസ്, മതവിരുദ്ധവുമല്ല. മനസ്സിലായോ? മതപരവുമല്ല, മതവിരുദ്ധവുമല്ല. അപ്പോൾ ഒരു മതത്തിനെതിരായ കാര്യം എവിടെ ഉണ്ടാവില്ല? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോ ഇംപ്ലിമെൻ്റ് ആവില്ല. ഒരു മതത്തിന് മാത്രം അനുകൂലമായതും എന്താവില്ല, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ യൂറോപ്പ് എങ്ങനെ സെക്യുലറിസത്തെ ഡിഫൈൻ ചെയ്തെന്നറിയോ? ആൻറ്റി റിലീജിയസ്, മതവിരുദ്ധമാകണം. എന്ത്? സെക്യുലറിസം. അതുകൊണ്ടാണ് ഫ്രാൻസിൽ ഹിജാബ് പാടില്ല. ഒരു പെൺകുട്ടി തലയിൽ ഒരു കഷ്ണം ചുറ്റിയതിൻ്റെ പേരിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അവരെ എടുത്തു കളയുന്നത്? ഒരു മതത്തിൻ്റെ ചിഹ്നമാണ്, മതത്തിൻ്റെ ചിഹ്നമാണ്. അപ്പം മതത്തിൻ്റെ ചിഹ്നങ്ങൾ പുറത്ത് പാടില്ല. ഇതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. അത് എടുത്തു കളയുന്നതിനുള്ള തീരുമാനം പ്രതിഷേധാർഹമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം സെക്യുലറിസം എല്ലാവിടെയും ശരിയാണെന്നാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഇസങ്ങളെക്കുറിച്ച്, ഐഡിയോളജികളെക്കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഒന്നും പൂർണ്ണമായി ശരിയാണെന്ന് സർട്ടിഫൈ ചെയ്യരുത്. അത് നമ്മൾ എന്താണെന്ന് നോക്കുന്നു, അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു മനസ്സിലാക്കിയിട്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടും. ഇപ്പോൾ ഫെമിനിസം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റം അല്ലേ? സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കണില്ലേ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഫെമിനിസം അംഗീകരിക്കാൻ പറ്റില്ല. അത് സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ളത് കൊണ്ടല്ല. ഉദാഹരണത്തിന് കമ്മ്യൂണിസം ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാ? തൊഴിലാളികളുടെ അല്ലേ? തൊഴിലാളികൾക്ക് അവകാശം കിട്ടണം എന്ന് നമുക്കൊക്കെ അഭിപ്രായമില്ലേ? പക്ഷെ നമ്മളൊക്കെ കമ്മ്യൂണിസത്തെ അംഗീകരിക്കുമോ? കാരണം അത് കേവലം തൊഴിലാളികൾക്ക് അവകാശം കൊടുക്കണം എന്ന് മാത്രമല്ല, അതിൽ വേറെയും കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആ വേറെ കുറേ എലമെൻറ്റ്സ് സൊസൈറ്റിക്ക് ഹാംഫുള്ളാണ്. എന്നതുപോലെ ഫെമിനിസം സ്ത്രീകളുടെ ഉന്നമനം അവർ ലക്ഷ്യമാക്കുന്നുവെങ്കിലും അവരുടെ മെത്തഡോളജി കൊണ്ട് ഇവിടെ കുറേ ഹാം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഫാമിലി ഇല്ലാതാക്കുന്നു, ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തിനെ എതിർക്കുന്നത്? ഫെമിനിസം എന്ന ആ ഐഡിയോളജി എതിർക്കുന്നത്. പക്ഷേ സ്ത്രീകൾ ഇവിടെ കുറേ പ്രയാസപ്പെട്ടിട്ടില്ലേ? ഇല്ലേ? ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ എഡ്യൂക്കേഷന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക? പെൺകുട്ടികൾക്കാണല്ലേ. നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഒന്ന് പോകണം, എന്നിട്ട് അവിടുത്തെ സ്റ്റാഫ് റൂമിലേക്ക് ഒന്ന് പോകണം, എന്നിട്ട് അവിടുത്തെ രജിസ്റ്റർ ഒന്ന് എടുക്കണം, എന്നിട്ട് പേരുകളൊന്ന് വായിച്ചു നോക്കണം. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതലെന്ന് നോക്കണം. ആരെ കൂടുതലുണ്ടാവുക? പിന്നെ എങ്ങനെ പെൺകുട്ടികൾക്കാണ് അവസരം നിഷേധിക്കപ്പെടുക എന്ന് പറയാം. നിങ്ങൾ കേരളത്തിൽ PG ക്യാമ്പസുകളിലേക്ക് പോകണം. 20 സീറ്റാണ് ഒരു സ്ട്രീമിനുണ്ടാവുക. 19 പെൺകുട്ടിയായിരിക്കും, ഒരെണ്ണമായിരിക്കും ആര്? ആ പെൺകുട്ടികൾക്ക് സ്ഥാനങ്ങൾ മേടിച്ചു കൊടുക്കുക, ഒരാളെ കിട്ടി. ചിലപ്പോൾ അതും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇന്ന് വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കപ്പെടുന്ന ആൺകുട്ടികൾക്ക് കാരണം ഒരു 20 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് ഫാമിലിയുടെ ഉത്തരവാദിത്തം വരികയാണ്, ഫിനാൻഷ്യൽ ബേർഡൻ വരികയാണ്, അവർക്ക് ജോലിക്ക് പോകേണ്ടി വരികയാണ്, പഠനം അവരുടെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് എന്താ? ആർക്കാണ് വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുന്നതെന്നാ? പെൺകുട്ടികൾക്കാണ്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സ്കോളർഷിപ്പൊക്കെ കൊടുത്ത് പെൺകുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ കാലത്ത് ആവശ്യം ആരും ഉയർത്തിക്കൊണ്ടല്ല, കഴിഞ്ഞാൽ വല്ല കോഡിങ്ങും പഠിച്ചിട്ട് ജോലിക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ +2 കഴിഞ്ഞു, ഒരു 6 മാസത്തെ ഒരു കോഴ്സ് പഠിച്ചു,
അവന് മന്ത്ലി 20,000 രൂപ ഇൻകം ഉണ്ട്, നമ്മളിങ്ങനെ കേൾക്കുക. അവൻ ഐഫോൺ വാങ്ങുക, അവൻ ബുള്ളറ്റിൽ ഇങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? കോഡിങ് പഠിക്കാനും ജോലിക്കാനും. പക്ഷേ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്ന സ്കില്ല് കൊണ്ട് സമ്പാദിക്കുന്നതിനൊരു പരിധിയുണ്ട്. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉറക്കമൊഴിച്ചിട്ട് നിങ്ങളാകെ നരച്ചു പോയിട്ടുണ്ടാവും, നിങ്ങളാകെ ട്രോമയിലായിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് കാലം പഠിച്ച് നിങ്ങൾ എത്തിപ്പെടുന്ന ജോലിയാണെങ്കിൽ റിട്ടയർ ആവണവരെയും ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റായിട്ടും ചെയ്യാൻ പറ്റും. ഒരുപാട് കാലം പഠിച്ച് ചെയ്ത് അധ്യാപനം അല്ലേ, റിട്ടയർ ആവണവർ ചെയ്യും, അത് കഴിഞ്ഞാൽ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കാം. പക്ഷെ ഒരു കോഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ലൈഫ് ലോങ് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആളുടെ ലൈഫൊക്കെ ആകെ ഫാമിലി ലൈഫൊക്കെ ആകെ തകർന്നു പോകും, രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നത് നമുക്ക് തുടക്കത്തിൽ സുഖകരമായിരിക്കും, പക്ഷേ നമ്മുടെ ലോങ് ലൈഫിൽ ആലോചിക്കുമ്പോൾ വളരെ നഷ്ടമായിരിക്കും. 30 കൊല്ലം 10,000 രൂപ വെച്ച് കിട്ടുന്നതാണോ 20 കൊല്ലം 1 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നതാണോ നല്ലത്? 20 കൊല്ലം ഉറപ്പല്ലേ? ഇതാണ് പെട്ടെന്ന് ജോലിക്ക് പോകാൻ വേണ്ടി നമ്മൾ പഠനം ഉപേക്ഷിക്കുന്നതിൻ്റെ അവസ്ഥ. 10,000 രൂപ കിട്ടും മാസം, പക്ഷേ അത് 30 കൊല്ലം കഴിഞ്ഞാൽ എത്ര കിട്ടുള്ളൂ? അതന്നെ ഇൻ ജനറൽ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ 10 വർഷം +2-ൻ്റെ ശേഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ, അതിൻ്റെ ഇടയിൽ നമുക്ക് പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടി ചെറിയ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ എയിം എന്താ? ഈ കോഴ്സ് പൂർത്തിയാക്കലാണ്. എങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്ന ജോലി നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് വരെ ചെയ്യാൻ പറ്റും, ഹൈ പേയ്മെൻറ്റ് അതിനുണ്ടാവും. അതുകൊണ്ട് ലോങ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കണം, പ്രത്യേകിച്ച് ബോയ്സ്. കാരണം അവർക്ക് കുറേ സ്ട്രെസ് വരും. ഒന്ന് ഫാമിലിയുടെ സ്ട്രെസ്, വീട്ടുകാർക്ക് ചിലപ്പോൾ പറയണ്ടാവും പൈസ ഉണ്ടാക്കിയിട്ട് വന്നൂടെ, നാട്ടുകാർ പറയണ്ടാവും ജോലി ആയില്ലേ, ഒക്കെ നമ്മൾ സഹിക്കണം. കാരണം എന്താ? എനിക്ക് 5 വർഷം കൂടെ കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സാലറി കിട്ടാൻ പോവല്ലേ അല്ലേ? അതാലോചിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ തോന്നും. അപ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫാകെ പ്രശ്നത്തിലാകും. 3:30 ഉദ്ദേശിച്ച സമയമായി. ഇനി ആർക്കോ ഒരാൾക്ക് എന്തോ ചോദിക്കാം. ബെസ്റ്റി, ഇനി ബെസ്റ്റിക്ക് ഉത്തരം വേണമെന്നില്ല. കാരണം ജസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ, ഇറ്റ്സ് ഫേക്ക്. പ്രണയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഫ്രണ്ട്സ് പോലും പറ്റില്ലെങ്കിൽ പിന്നെ ബെസ്റ്റ് എന്തായാലും പറ്റുമോ? ബെസ്റ്റ് പ്രഖ്യാപിതമായ കാപട്യമാണ് അല്ലേ? പ്രഖ്യാപിതമായ കാപട്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്? അതൊരു ബ്രാൻഡായി മാറുന്നു, അതൊരു ട്രെൻഡാവുന്നു. ഐ ഹാവ് എ ബെസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ നമുക്ക് കിട്ടുന്നു. ഈ കിട്ടുന്ന ഫേക്ക് പ്രൗഡിനെ നമ്മൾ എന്ന് അവഗണിക്കാൻ പഠിക്കുന്നുവോ അന്നേ നമ്മൾ പക്വത നേടും. നാളെ മറ്റൊരു പ്രൗഡ് ഫീൽ ആയിരിക്കും വരിക. നാളെ ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുക. സൊസൈറ്റി അങ്ങനെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യാൻ ഈ ബോൾ പോകുന്നിടത്തേക്ക് ഗോൾ പോസ്റ്റായിട്ട് ഓടണോ? ഒരു സ്ഥലത്ത് ഗോൾ പോസ്റ്റ് വെക്കുക, പിന്നെന്ത് ചെയ്യുക? അതല്ലേ വേണ്ടത്. ഈ ആൾക്കാരുടെ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടേത് മാറ്റണോ? അങ്ങനെ നമുക്കൊരു വിലയില്ലല്ലോ. നമ്മൾ മെഷീൻസ് അല്ലല്ലോ, വി ആർ ഹ്യൂമൻസ്. ഒരു ചോദ്യം കൂടെ. ഈ സ്ഥാപനത്തെ കുറിച്ച് ഇക്വാലിറ്റി. ആക്ച്വൽ ഇക്വാലിറ്റി ഈസ് ഇമ്പോസിബിൾ. ആക്ച്വൽ ഇക്വാലിറ്റി ഉണ്ടോ? ഇല്ല. ഇവിടെയുള്ള ആരെങ്കിലും പരസ്പരം തുല്യരാണോ? ഐഡന്റിക്കൽ ട്വിൻസ് തുല്യരാണോ? വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ശരീരത്തിൽ അടുത്തടുത്ത 2 കോശങ്ങൾ ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ആക്ച്വൽ ഇക്വാലിറ്റി എന്നുള്ള സാധനം ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? പിന്നെ ഡിസ്ക്രിമിനേഷൻ എന്നതൊരു മോശപ്പെട്ട കാര്യമാണ്. ഡിസ്ക്രിമിനേഷൻ എന്താണ് അല്ലേ? ഒരാൾ കറുത്തവനായി എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക മോശമല്ലേ? ഒരാൾ വെളുത്തവനായി എന്നതിൻ്റെ പേരിൽ അവസരം കൊടുക്കുക മോശമല്ലേ? ഒരാൾ മലയാളിയായി എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തുക മോശമല്ലേ? ഒരാൾ പുരുഷനായി എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തുക മോശമല്ലേ? ഒരാൾ സ്ത്രീയായി എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തുക മോശമാണ്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്താണ്? തെറ്റാണ്. മനസ്സിലായോ? ഡിസ്ക്രിമിനേഷൻ്റെ ഓപ്പോസിറ്റ് അല്ല ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഇക്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ല എന്ത്? ഡിസ്ക്രിമിനേഷൻ. സെഗ്രിഗേഷൻ എന്നൊരു സാധനമുണ്ട്. എന്താണ് സെഗ്രിഗേഷൻ? ഇപ്പോൾ ബോയ്സൊക്കെ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ഗേൾസൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇത് ഡിസ്ക്രിമിനേഷനാണോ? ഇത് സെഗ്രിഗേഷനാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇത് വിവേചനമാണോ വേർതിരിവാണോ? വേർതിരിവാണ്, വിവേചനമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ, ബോയ്സ് അപ്പുറത്തിരുന്നോളൂ. മനസ്സിലായോ? അപ്പോൾ സെഗ്രിഗേഷൻ ഈസ് പോസിറ്റീവ് അല്ലേ? റിസർവേഷൻ എന്താ? സെഗ്രിഗേഷനാണ്, സ്ത്രീകളുടെ സീറ്റ്. അപ്പോൾ സെഗ്രിഗേഷൻ ഈസ് പോസിറ്റീവ്, ഡിസ്ക്രിമിനേഷൻ ഈസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് റിസർവേഷൻ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം അതായത് സെഗ്രിഗേഷൻ. ലേഡീസ് ടോയ്ലറ്റ്, ജെൻസ് ടോയ്ലറ്റ് എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താ? സെഗ്രിഗേഷൻ. അത് ഡിസ്ക്രിമിനേഷൻ ആണോ?
അല്ല. ഇപ്പം നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വശത്ത് സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നു, ഒരു വശത്ത് പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്നു. ഇറ്റ്സ് സെഗ്രിഗേഷൻ, നോട്ട് ഡിസ്ക്രിമിനേഷൻ. പുരുഷന്മാരും സ്ത്രീകൾ ഒരുമിച്ച് ഇരിക്കുമ്പോഴാണോ നമുക്ക് ഫ്രീഡം ഉണ്ടാവുക, സെപ്പറേറ്റ് ആകുമ്പോഴാണോ? ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലെ ഫംഗ്ഷൻ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ അടുത്തൊരു സിനിമ നടി പറഞ്ഞു, കണ്ണൂർ ജില്ലയിലൊക്കെ സ്ത്രീകൾ അടുക്കള ഭാഗത്താണ് ഫംഗ്ഷനൊക്കെ ഇരിക്കുകയെന്ന്. അതൊരു മോശമായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഇത് അടുക്കളയോട് ചെയ്യുന്നൊരു ക്രൂരല്ല. അടുക്കള വീട്ടിലെ മോശപ്പെട്ട സ്ഥലമാണോ? അടുക്കള മോശപ്പെട്ട സ്ഥലമാണ്. വീട്ടിലെ ഏറ്റവും വിശാലമായ സ്ഥലം ഏതായിരിക്കും? അടുക്കള മോശപ്പെട്ട സ്ഥലമല്ല. അപ്പോൾ വീടിൻ്റെ അകത്ത് സ്ത്രീകൾ, വീടിൻ്റെ പുറത്ത് പുരുഷന്മാർ. ഇതാണല്ലോ പൊതുവിൽ നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ ഒക്കെ അവസ്ഥ. അതാണോ നമുക്ക് ഫ്രീഡം ഉണ്ടാവുക? അതെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴാണോ? സെഗ്രിഗേഷൻ എൻറ്റെയിൽസ് എംപവർമെൻറ്റ്. നമുക്കവിടെ പൊട്ടിച്ചിരിക്കാം, തമാശ പറയാം, ഡ്രസ്സ് നോക്കണ്ട. മറ്റേതോ സാരി തലമ്പ് ശരിയാക്കണം, അല്ലേ? ഒരു സൊസൈറ്റിയുടെ ഇടയിലാകുമ്പോൾ നമുക്ക് ചീത്ത പറയേണ്ടവർക്ക് ചീത്ത പറയാം, ചാടി കളിക്കേണ്ടവർക്ക് ചാടി കളിക്കാം. അപ്പോൾ സെഗ്രിഗേഷൻ എൻറ്റെയിൽസ് എംപവർമെൻറ്റ്. സെഗ്രിഗേഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഈസ് നെഗറ്റീവ്. എന്തായാലും ക്ഷമയോടെ കേട്ടിരുന്ന, കൗതുകത്തോടെ ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉറക്കം വരുന്നില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടെ കേട്ടിരുന്ന അനുജന്മാർ, അനുജത്തിമാർ, സ്നേഹം, സന്തോഷം. പിരിയാം. അസ്സലാമു അലൈക്കും.